പ്രിയമുള്ള സഭാസ്നേഹികളായ വിശ്വാസികളെ, നമ്മൾ രാവിലെ തൊട്ട് പല സഭാവിരുദ്ധ ടി വി ചാനൽസിലും ഒത്തിരി മിസ്ഇൻഫർമേഷൻ ശ്രദ്ധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ജനങ്ങളെയോ വിശ്വാസികളെയോ അറിയിക്കുവാനുണ്ടെങ്കിൽ അതിന് ഒഫീഷ്യലി അറേഞ്ച് ചെയ്തിരിക്കുന്ന മീഡിയ കമ്മീഷനുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും പത്രസമ്മേളനത്തിലൂടെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും അതിരൂപതയുടെ കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾ തന്നെ നമ്മളെ അറിയിക്കും. ഈ കാര്യങ്ങളൊന്നുമില്ലാതെ ഏതാനും സഭാവിരുദ്ധ ചാനൽസിൽ കത്തോലിക്ക സഭയെ മുറിവേൽപ്പിക്കുവാനും കളിയാക്കുവാനും ചവിട്ടിത്തേയ്ക്കുവാനും അതിൻ്റെ അധികാരികളെ എത്രത്തോളം തേജോവധം ചെയ്യാമോ യാതൊരു സത്യാവസ്ഥയും ഗ്രഹിക്കാതെ ജസ്റ്റ് ഫോർ പോപ്പുലിസം ജനങ്ങളുടെ മുൻപിൽ തേജോവധം ചെയ്ത് ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയാക്കി മാറ്റിയ ഏതാനും ചാനൽസിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻ രാവിലെ ഫ്ലാഷ് ചെയ്യുകയുണ്ടായി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഓതൻറ്റിസിറ്റി ഒന്നും നമുക്കില്ല. ഇതിൻ്റെ ഓതൻറ്റിസിറ്റി വരേണ്ടത് നമ്മളത് കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിൻ്റെ അധികാരികൾ, സഭാധികാരികൾ, അതിൻ്റെ മീഡിയ കമ്മീഷൻ, അവർ പത്രവാർത്തയിലൂടെയോ മറ്റോ നമ്മളെ അറിയിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സർക്കുലറിലൂടെ, ഒഫീഷ്യൽ സർക്കുലറിലൂടെ നമ്മളെ അറിയിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ആസ് ലോങ് as അത് സംഭവിച്ചിട്ടില്ലാത്രത്തോളം കാലം ഈ പറയുന്ന ഗോസിപ്പുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കേണ്ടതോ യാതൊരു കാര്യവുമില്ല. കാരണം പൈസ കൊടുത്ത് പെയ്ഡ് ന്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക, സഭയുടെ ഒഫീഷ്യൽ ഓർഗൻ അവരാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുക, ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ശക്തമായ സഭാവിരുദ്ധതയുണ്ട്, ആൻറ്റി ക്രൈസ്റ്റ് ആക്ടിവിസമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ ചാനൽസിലെയൊക്കെ വാർത്തകൾ നമ്മൾ ആ രീതിയിൽ എടുത്താൽ മതി. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫൂൾസ് ജമ്പ് ഇൻ വെയർ ഏഞ്ചൽസ് ഫിയർ ടു ട്രീറ്റ്. ആൾക്കാർ, ബുദ്ധിയില്ലാത്തവർ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ചിന്തയില്ലാത്തവർ പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എടുത്ത് ചാടുകയും ചില ന്യൂസിനൊക്കെ അടിമപ്പെടുകയും ചെയ്യും. എന്നാൽ ഒരു ക്രിസ്തീയ അധികാരികൾ അല്ലെ ക്രിസ്തീയ വിശ്വാസികൾ എന്ന രീതിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പക്വതയുള്ളതായിരിക്കണം. അത് ക്രിസ്തീയ വിശ്വാസത്തിനും സഭയുടെ നിലനിൽപ്പിനും യോജിച്ചതായിരിക്കണം. സഭാ അധികാരികളുടെയോ സഭാ പഠനത്തിനോ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് തീരുമാനമായി വരാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവ് വീണ്ടും ആവർത്തിച്ച് പറയുകയും ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും അനുസരിക്കുവാൻ ജനങ്ങളോട് ഉത്ബോധിപ്പിക്കുകയും ചെയ്ത അവസരത്തിൽ അതിനു വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടായി എന്ന് പറയുക പൈശാചികമാണ്. സഭാപിതാവിൻ്റെ ഇഷ്ടവും സഭാപിതാവിൻ്റെ ആഹ്വാനവും ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു കത്തോലിക്ക സഭയിൽ തുടർന്നു പോകുവാനായിട്ട് ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്നവർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബാലിൻ്റെ പുരോഹിതന്മാർക്കും സാധിക്കത്തില്ല എന്ന് തുറന്നു പറഞ്ഞുകൊള്ളട്ടെ. ഇവർ പൈശാചികമായ അരൂപിയുടെ കേളീരംഗമായി മാറിയിരിക്കുകയാണ്. ഈ ആലയം നമുക്ക് ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിനും നീതിക്കും സമാധാനത്തിനും സ്നേഹത്തിനും സഹവർത്തത്തിനും എളിമയ്ക്കും പാത്രമായി തീരേണ്ട നേതാക്കന്മാർ ഗീബൽസ്യൻ നുണകൾ പ്രചരിപ്പിക്കുന്ന പിശാചിൻ്റെ അടിമകളായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവരെ ഓരോരുത്തരെയും ഓർത്ത്, ഇവരുടെ കുടുംബാംഗങ്ങളെ ഓർത്ത്, ഇവരുടെ കൂടെ നിൽക്കുന്നവരെ ഓർത്ത് നമുക്ക് ദൈവ തിരുമുമ്പിൽ കരുണയ്ക്കായിട്ട് യാചിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ ലെറ്റർ പോലെ ഒഫീഷ്യൽ ചർച്ച് വളരെ താമസിയാതെ തന്നെ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളെയും പര്യവസാനിപ്പിച്ചുകൊണ്ട്
കത്തോലിക്ക സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി ശക്തവും വ്യക്തവുമായ ഒരു സർക്കുലർ നമുക്കുടനെ പ്രതീക്ഷിക്കാം. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ പിതാവ് പറഞ്ഞ അതേ ലൈനിലുള്ള സർക്കുലർ തന്നെയായിരിക്കും. കത്തോലിക്കരെല്ലാവരും, കെട്ടുറപ്പിനെ സ്നേഹിക്കുന്ന എല്ലാവരും, സഭ ഐക്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരും, ദൈവനിവേശിതമായ സഭ അധികാരത്തെ അനുസരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് അനുസരിക്കുന്നത് എന്നുള്ള ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അനുസരിക്കുവാനും സ്നേഹിക്കുവാനും സമാധാനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ശ്രമിക്കാം. ഏവർക്കും സന്തോഷകരമായ ക്രിസ്മസ് നവവത്സര ആശംസകൾ ആശംസിക്കുന്നു. താങ്ക് യു.